നമസ്കാരം, ഞാൻ ഹജീഷ്, ഇത് ഡോക്ടർ റെനി. അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ തവണ കൊണ്ടുവന്നതാണ് മുയലുകളെ. ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ 3-ാമത്തെ മാസം തുടർച്ചയായിട്ട് കൊണ്ടുവരികയാണ്. അടുത്ത മാസത്തേക്കും കൊണ്ടുവരാനുള്ളതുണ്ട്. ഇപ്പോൾ വിഷുവാണ്, ഈസ്റ്ററാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ആഘോഷിക്കാനുള്ളൊരു വക കൂടിയായി ഏത് സമയം വേണമെങ്കിലും നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ സമയം ഇവിടെ 6:30 ആകുന്നു. ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഏത് സമയത്ത് വിളിച്ചാലും സാറ് ഇവിടെ റെഡിയാണ്. സാറിന് ഇന്നലെ ഒരുപാട് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ അത്യാവശ്യമായിരിക്കുമെന്ന് സാറ് കരുതിയിട്ടാണ് ഇത്ര നേരത്തെ വന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ചൂടൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഏകദേശം 100ഓളം മുയലുകൾ ഞങ്ങൾ 2 പേരുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പറയും. ഞങ്ങൾ മെയിനായിട്ട് ഈ സമയത്ത് കൊണ്ടുവരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഏർലി മോർണിംഗാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ മുയലുകൾ തന്നെ വല്ലാണ്ട് അവർ കിതയ്ക്കുന്നുണ്ട്. അപ്പം മോർണിംഗ് സെഷനിൽ കൊണ്ടുവരാനാണ് എപ്പോഴും നല്ലത്. പിന്നെ 4 മാസം പ്രായമുള്ള മുയലുകളാണ്. ഏകദേശം 2.5 കിലോൻ്റെ മുകളിലുണ്ട് ഓരോ മുയലുകളും. അപ്പം കൂടുതൽ ലേറ്റ് ആവാതെ എല്ലാവരും ആ കറക്റ്റ് ടൈമിൽ തന്നെ മുയലിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഹജീഷ് മാഷ് പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടും ഏകദേശം ഒരു 100ന് മുകളിൽ മുയലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. എല്ലാ 2 മാസം കൂടുമ്പോൾ ഏകദേശം ഞാനും ഹജീഷ് മാഷും ഈ ഒരു സീക്വൻസിൽ തന്നെ മുയലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അത്രയ്ക്കും മുയലുകൾ ആവുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് ഏപ്രിൽ മെയിൽ എന്തായാലും ഞങ്ങൾ മെയ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ചൂട് കൂടുതലായതുകൊണ്ട് മെയ്റ്റ് ചെയ്യിപ്പിക്കില്ല. പക്ഷേ നമ്മൾ ഫെബ്രുവരിയിലും ജനുവരിയിലൊക്കെ മെയ്റ്റ് ചെയ്ത മുയലുകളുടെ കുട്ടികളുണ്ട്. അപ്പം മിക്കവാറും മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആകുമ്പോഴത്തേക്ക് അവരും കൊണ്ടുവരാനുള്ളതാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അത് സീക്വൻഷ്യലായിട്ട് നടക്കുന്നുണ്ട്. ഓരോ 2 മാസം കൂടുമ്പോഴും മുയലിനെ കൊണ്ടുവരാനുള്ള ഒരു ഇതിലേക്കാണ് ഞങ്ങളെ ഫാമിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇതിൽ ഈ മുയൽ കൃഷി ചെയ്യുന്നത് നഷ്ടമാണ് അല്ലെങ്കിൽ അത് തട്ടിപ്പാണെന്നൊക്കെ പറയുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു സംരംഭം. കാരണം നമുക്കതങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ആഷിയാനയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു മാർക്കറ്റോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ ആഷിയാൻ്റെ ചില വീഡിയോയിൽ ചില കമൻസുകളൊക്കെ കാണാം. ഇങ്ങനെ ബൈബാക്ക് എടുക്കാനും കുറച്ച് പ്രയാസമുണ്ടാകും, ആദ്യം കുറച്ച് ഡയലോഗുകളൊക്കെ പറയും, പിന്നീട് അതുണ്ടാവില്ല എന്നൊക്കെ. അവർക്കുള്ള മറുപടി ഞങ്ങളുടെ ഈ ഒരു ഉദാഹരണം തന്നെയാണ്. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇവിടുന്ന് പറഞ്ഞു തന്ന ട്രെയിനിങ് കിട്ടിയ ഒരു ബുക്ക് ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ പറയാറുണ്ട്, മുയൽ കൃഷിയുടെ ബൈബിൾ എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഒരു പുസ്തകമാണ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയം വേണമെങ്കിലും നമുക്ക് സാറിനെ വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, റാബിറ്റ് ഫാം സ്കൂൾ. മുയൽ കർഷകരുടെ ഒരു കൂട്ടായ്മയാണത്. ഏകദേശം 200ഓളം അംഗങ്ങളുള്ള ആ കൂട്ടായ്മയിൽ അവിടെ മുയൽ കർഷകർ തന്നെയാണ് അവരുടെ അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നു. എന്ത് സംശയങ്ങളും അപ്പോൾ നമ്മൾ പരിഹരിക്കാൻ പറ്റും. അതുപോലെ റാബിറ്റ് ഫാം സ്കൂൾ 2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്. അവിടെ തുടക്കക്കാരായവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൽ അംഗങ്ങളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യുക മാത്രം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അസുഖം വന്നു അതും നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നു. അസുഖം എങ്ങനെ മാറ്റാം എന്നുള്ളതിൽ കവിഞ്ഞ് എങ്ങനെ അസുഖം വന്നു അതെങ്ങനെ വരാതിരിക്കാം, അതാണ് നമ്മൾ ഇതിലൂടെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് വിജയിക്കാൻ സാധിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ്. ഞാനൊരു അധ്യാപന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ ഡൗൺ ടു എർത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്യാൻ പറ്റുക. ഡൗൺ ടു എർത്ത് ആവണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ. പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, മുയലിനെ വാഴാൻ അനുവദിച്ചാൽ പണം വാരാം. അത് തന്നെ ഇപ്പോഴും പറയുന്നു, വാഴാൻ അനുവദിച്ചാൽ പണം വാരാം, ഇല്ലെങ്കിൽ ഉള്ളതും പോകും. അത്ര മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം ഞാനും ഹജീഷ് മാഷും ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലായതുകൊണ്ട് റാബിറ്റ് ഫാം സ്കൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ രണ്ടാമത് ഷെയർ ചെയ്തിട്ടാണ് വരാറ്. അപ്പം ബാക്കിയുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ 2-3 ഫാമുകാരൊക്കെ ഒരുമിച്ച് റാബിറ്റ് ഫാം സ്കൂളിൽ തന്നെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത്. മുയൽ കൃഷി ഒരിക്കലും തന്നെ നഷ്ടമല്ല, ലാഭമാണ്. പക്ഷേ മുയൽ വാണാലേ നമുക്ക് പണം വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് എന്താ പറയുക, നമ്മൾ റാബിറ്റ് ഫാം സ്കൂളിൽ തരുന്ന എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ മുയൽ കൃഷി എപ്പോഴും ഒരു വിജയമായിരിക്കും. അതിലൊരു സംശയവും വേണ്ട.